മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും നല്ല ഉഷാറാണല്ലോ. എന്തായാലും ഒരു അല്പം ഉഷാർ കൂട്ടാനും ഒരു എക്സ്ട്രാ എനർജി കൂട്ടാനും അതുവഴി നല്ല സ്റ്റാമിന നേടിയെടുക്കാനുമുള്ള, അതായത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു വയാഗ്ര എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വയലങ്കാരി. ഫ്രണ്ട്സ്, അപ്പോൾ സ്റ്റാമിന കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ കപ്പയാണ്. നമുക്ക് ഈ കപ്പയുടെ തൊലി കളഞ്ഞെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്കിതാ കുഞ്ഞു പീസാക്കിയ, ഇത്രയും ചെറിയ പീസാക്കിയേക്കുന്ന ഈ കപ്പ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരല്പം വെള്ളം ആഡ് ചെയ്യാം. ഏകദേശം ഒരു 2 ഗ്ലാസോളം വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ശരിക്കും ജ്യൂസാക്കി അടിച്ചെടുക്കാം. അപ്പോൾ ശരിക്കും ജ്യൂസാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കിത് ശരിക്കും ഒന്ന് അരിച്ചെടുക്കാം. അരിച്ച് മറ്റൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ അത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഹണിയാണ്, അതായത് നമ്മുടെ തേന്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് വൻതേനാണ്. നമുക്ക് ഒരു സ്പൂണോളം ഇത്രത്തോളം തന്നെ ഹണി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം മിക്സ് ചെയ്ത് ശരിക്ക് ഇതൊന്ന് മിക്സ് ആക്കുക ഹണി ഇതിൽ. അപ്പോൾ അത് ശരിക്കും ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കേണ്ടത് വളരെ സിമ്പിളാണ്. നമ്മൾ ബെഡ്റൂമിൽ പോകുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് ഇത് കുടിക്കുക. അതിനുശേഷം ഡയറക്റ്റായിട്ട് തന്നെ ബെഡ്റൂമിൽ പോവുക. നിങ്ങൾക്ക് സാധാരണ എത്രത്തോളം നിങ്ങൾക്ക് പവർ ഉണ്ടോ ആ പവർ കൂട്ടാനും അതോടൊപ്പം തന്നെ സ്റ്റാമിന കൂട്ടാനും ഇത് ഒരുപാട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ എങ്ങനെയാണ്, കൊള്ളാമല്ലേ? ഇത് 100% ആയിട്ട് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഒരു തരത്തിലും സൈഡ് എഫക്റ്റും ഇല്ല. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ എഫക്റ്റ് ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബെഡ്റൂമിൽ പോകുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് ഇത് കുടിക്കുക. അതിനുശേഷം ധൈര്യമായിട്ട് ബെഡ്റൂമിൽ പോകാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാവുന്നതുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ജോബി വയലങ്കാരി. അതുവരേക്കും ഷോർട്ട് പ്ലേ. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കാരി.